ഹലോ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമ്മുടെ MBS വ്ലോഗിലേക്ക് സ്വാഗതം ചെയ്തു. ഞാൻ ഷൈജു പീറ്റർ രാജകുമാരി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മനോഹരമാകുന്ന കാഴ്ച ഇടുക്കി ജില്ലയിലേക്കാണ്. ഇടുക്കി ജില്ലയിൽ നമുക്കറിയാം, വർഷങ്ങളായിട്ട് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലാണ്. എന്നാൽ നീലക്കുറിഞ്ഞി ഇവിടെയും പൂത്തു, പക്ഷേ ഒറിജിനൽ നീലക്കുറിഞ്ഞിയല്ല, മേട്ടുക്കുറിഞ്ഞി എന്ന് പറയും. മനോഹരമായ വർണ്ണത്തോടുകൂടി അഴകോടുകൂടി നിൽക്കുന്ന നീലക്കുറിഞ്ഞി കാണുവാൻ വേണ്ടി, അഥവാ മേട്ടുക്കുറിഞ്ഞി കാണാൻ വേണ്ടി ജനസഞ്ചാരികൾ എത്തിക്കഴിഞ്ഞു. ഏതായിരുന്നാലും ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ആളുകളൊന്നും ഈ പ്രദേശത്തില്ല, എങ്കിലും മനോഹരമായിട്ട് കാണുവാൻ കഴിയും. ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ നിന്നാണ് യാത്ര ചെയ്തു പോകുന്നത്. ഏതായിരുന്നാലും ഞങ്ങൾ വന്നത് സന്ധ്യയായി, അതുകൊണ്ട് ആളുകളൊക്കെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. കയറി വരുമ്പോൾ തന്നെ ഒരു റിസോർട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയൊക്കെ താമസിക്കാൻ നല്ല കാറ്റ് മനോഹരമായിട്ട് വീശുന്നുണ്ട്. സൗന്ദര്യം, ഭംഗി ആസ്വദിക്കാൻ പറ്റാവുന്ന ഒരു മേടാണ്. ഇതാണ് മേട്ടുക്കുറിഞ്ഞി. മനോഹരമായി പൂത്തു നിൽക്കുകയാണ്. പക്ഷേ നീലക്കുറിഞ്ഞിയുടെ അതേ കളറാണ്, പക്ഷേ മേട്ടുക്കുറിഞ്ഞി എന്നാണ് ആളുകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു കളയാം. എത്ര മനോഹരമല്ലേ! ഏതായിരുന്നെങ്കിൽ ഞങ്ങൾ വന്നപ്പോൾ ആളുകൾ കുറവായതുകൊണ്ട് നമുക്ക് താഴേക്ക് വ്യൂ കംപ്ലീറ്റ് എടുക്കാൻ പറ്റും. ഇടുക്കി ജില്ലയുടെ വെള്ളമാണ് കിടക്കുന്നത്. ഇടുക്കി അണക്കെട്ടിൻ്റെ വെള്ളം മുകളിൽ താഴേക്ക് കിടക്കുന്ന മനോഹരമാകുന്ന കാഴ്ചകളാണ്. വലിയ വലിയ പാറക്കുന്നുകൾ ഇവിടെ കാണുവാൻ കഴിയും. നല്ല വിജനമായ സ്ഥലമാണ്. നല്ല ഏകാന്തത കിട്ടുന്ന ഒരിടമാണ് ഈ പ്രദേശം. ഇതിനു മുമ്പ് 2 വർഷം മുമ്പാണ് നമ്മുടെ ശാന്തപാറ പഞ്ചായത്തിൽ നീലക്കുറിഞ്ഞി പോകുന്നത്. അവിടെയും ജനസഞ്ചാരിയുടെ ഒഴുക്ക് വളരെയായിരുന്നു. പക്ഷേ ഇവിടെ അത്ര ഒന്നുമില്ല. ആരോ ഇത് പ്രാരംഭത്തിൽ എടുത്തിട്ട് നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ ഒത്തിരി കടന്നു വരുമായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നീലക്കുറിഞ്ഞിയല്ല, നീലക്കുറിഞ്ഞി പോലെ ഒരു പൂവ് എന്നാണ് പറഞ്ഞത്, മേട്ടുക്കുറിഞ്ഞി. പക്ഷേ നീലക്കുറിഞ്ഞിയാണെങ്കിൽ ജനസഞ്ചാരികൾ ഒഴുകിയെത്തിയാണ്. ഏതായിരുന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. നീലക്കുറിഞ്ഞി ഒരുപാട് പൊക്കമൊന്നുമില്ല, എങ്കിലും പൊക്കം ഉള്ളതുണ്ട്. പക്ഷേ പറ്റി നിൽക്കും. ഇതും അങ്ങും മനോഹരമായി പൂത്തു നിൽക്കുന്ന നീലക്കുറിഞ്ഞിയുടെ മോഡലാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല, സൈഡിലാണ് വീഡിയോ കാണിക്കുന്നത്. കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഫോൺ പിടിക്കുന്ന സ്റ്റിക്ക് നമ്മൾ കൊണ്ടുവന്ന പതിവാണ്. പക്ഷേ ഇന്നത് എടുത്തില്ല, അതുകൊണ്ടാണ് എന്നെ നേരിട്ട് ലൈവായിട്ട് ഞാൻ കാണിക്കാത്തത്. പക്ഷേ നമ്മൾ ഇഷ്ടംപോലെ യൂട്യൂബിൻ്റെ പാട്ടിലും അതുപോലെ വ്ളോഗിലൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമല്ലോ. നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിൽ സഹകരണം എൻ്റെ യൂട്യൂബ് ചാനൽ വളരെയായിരുന്നു. ഏതായിരുന്നാലും ഒത്തിരി ഒന്നും പറയുന്നില്ല, നമുക്ക് കാണാം, കണ്ട് ഭംഗി നിങ്ങളെ ആസ്വദിക്കുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വന്ന് കാണുവാൻ കഴിയുമെങ്കിൽ വന്ന് കാണുക. മനോഹരമാണ് സ്ഥലം. അപ്പോൾ ഓക്കെ, നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക. അല്പനിമിഷം ഞാൻ ശാന്തമായിരിക്കട്ടെ, നിങ്ങൾ വീഡിയോ കാണാം. അവസാനം നിങ്ങളിതുവരെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ MBS വ്ളോഗ് മാത്രമല്ല, ഷൈജു പീറ്റർ രാജകുമാരി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ക്രിസ്തീയ ഗാനങ്ങൾ ഇടുന്നൊരു ചാനലിലൂടെയുണ്ട്. നിങ്ങളുടെ വലിയൊരു സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക.